എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് PRP യെ കുറിച്ചാണ്. PRP എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ? ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാസ്മയുണ്ട്, RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് ആ ബ്ലഡിലുള്ള പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. എന്താണ് ഈ PRPക്ക് ഇത്ര ഇമ്പോർട്ടൻസ്? ഇന്ന് മെഡിക്കൽ സയൻസിൽ PRP ഇഞ്ചക്ഷൻ വളരെ വിലപ്പെട്ടതാണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രക്താണുക്കളുണ്ട്. അത് കളർലെസ് എന്നാ പറയുന്നത്. കളറില്ലാത്ത പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഡിസ്ക് പോലെ ഇരിക്കുന്ന അണുക്കളെയാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുക. പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഏകദേശം 1.5 ലക്ഷം തുടങ്ങി 4.5 ലക്ഷം വരെ അതിന്റെ ഇടയിൽ ഉണ്ടാവും. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ജോലി എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? അതൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് വേണം. പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായെന്ന് വിചാരിക്കുക, ആ മുറിവിൽ കൂടെ രക്തം പുറത്തേക്ക് വരും. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ആ രക്തം പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും എടുക്കുന്ന ആള്. പ്ലേറ്റ്ലെറ്റ്സ് അവിടെ പോയിട്ട് ആ മുറിവിന്റെ ചുറ്റും അടിഞ്ഞ് പതുക്കെ കൂടും. ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം പ്ലേറ്റ്ലെറ്റ്സ് നടത്തും, അല്ലെങ്കിൽ മുറിവിലൂടെ രക്തം നിൽക്കുന്നത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മയുണ്ട്. അപ്പൊ രണ്ടിനും എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബ്ലഡിൽ പ്ലാസ്മ, RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കാം. സെൻട്രിഫ്യൂജ് മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഈ ബ്ലഡ് വെച്ചിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ലെയറുകളായിട്ടും വരും. ഏറ്റടിയിൽ RBC ഉണ്ടാവും, അതിന്റെ മുകളിലാണ് പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവുക, അതിന്റെ മുകളിൽ പ്ലാസ്മ ഉണ്ടാവും. ഇതിന്റെ എല്ലാ സെൽസിനെയും അത് പല പല ലെയർ ആയിട്ട് മാറ്റുന്നതാണ്. PRP എവിടെയെല്ലാം ഉപയോഗിക്കാം? ഒരാൾക്ക് മുടി കുറച്ച് ഈ സൈഡിൽ പോയി, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പാണ്, അപ്പൊ PRP ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ മുഖക്കുരുള്ള ഒരാൾക്ക് മുഖക്കുരുവിന് വേണ്ടിയിട്ട് PRP കൊടുക്കാറുണ്ട്. കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പിന് PRP കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ മുഖത്തിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ മീശയില്ലാത്ത സ്ഥലത്ത് ഈ PRP ഇഞ്ചക്ഷൻ കൊടുത്താൽ മീശ വരുന്നതാണ് പറയുന്നത്. ഓർത്തോപീഡിക്, അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ടെൻഡിനൈറ്റിസ്, ടെൻഡിനോപ്പത്തീസ്, അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ്, ഷോൾഡറിലുള്ള പാർഷ്യൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്, ടെൻഡോ അക്യുലസ് ടെൻഡിനൈറ്റിസ്. കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് തേയ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് മുട്ടിന്റെ തേയ്മാനത്തിന് നമ്മൾ PRP ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുള്ളവരിലാണ് ഈ PRP ഇഞ്ചക്ഷൻ ഫലപ്രദമാവുന്നത്? ഈ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതിന് തന്നെ പല ഗ്രേഡുകളുണ്ട്. ഈ PRP ഇഞ്ചക്ഷൻ ആർക്ക് എപ്പോ എടുക്കാം? സാധാരണ രീതിയിൽ, അതായത് ഫുൾ മുട്ട് തേയ്മാനം വന്ന ഒരാൾക്ക് ഇത് കൊടുത്താൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ആ കാർട്ടിലേജെല്ലാം നശിച്ചു, എല്ലും ഉറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഹീലിംഗ് പർപ്പസ് അവിടെ ചാൻസ് വളരെ കുറവാണ്. ഒരു ഗ്രേഡ് 2, 3 ഒക്കെ വരാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. PRP ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നാളത്തേക്ക് തിയേറ്ററിൽ വരാം. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ PRP എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. നമുക്ക് PRP എടുക്കുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ രീതിയിൽ 2 വീക്സ് പ്രയർ ടു ഇഞ്ചക്ഷൻ, അതായത് PRP എടുക്കുന്നതിന് മുമ്പായി 2 ആഴ്ച മുൻപെങ്കിലും നമ്മൾ എല്ലാവിധ NSAIDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സംഹാരികളെല്ലാം, ഡൈക്ലോ, അസിക്ലോ, അല്ലെങ്കിൽ എറ്റോറികോക്സിൻ, ഐബുപ്രൂഫൻ, എന്തും ഇതെല്ലാം നമ്മൾ നിർത്തണം. കാരണം നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന സാധനങ്ങളാണ് ഈ വകയെല്ലാം. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അത് റിപ്പയർ ചെയ്യുന്ന, പ്ലേറ്റ്ലെറ്റ്സിനെ തടയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പ്ലേറ്റ്ലെറ്റ്സില് ഗ്രോത്ത് ഫാക്ടറും സൈറ്റോകൈൻസും ഉണ്ട്. ഇതെല്ലാമാണ് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതും
റിപ്പയർ ചെയ്യുന്നതും റീജനറേഷൻ സഹായിക്കുന്നതും. ധാരാളം വെള്ളം കുടിക്കുന്നു, നല്ല ഉറക്കം, 7 മണിക്കൂർ 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുന്നത് സെൽസിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ഫോളേറ്റ് റിച്ച് ഫുഡുകളാണ് വേണ്ടത്. നമുക്ക് നെല്ലിക്ക നല്ലതാണ്, പിന്നെ ലിവർ നല്ലതാണ്, ബീഫ് നല്ലതാണ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലതാണ്, പീനട്സ് കടല അത് നല്ലതാണ്, ഗ്രീൻ മസ്റ്റാർഡ് അത് നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് തലേ ദിവസം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ 9 മണിക്കൂർ കിടന്ന് ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ലിറ്റർ തുടങ്ങി 4 ലിറ്റർ 5 ലിറ്റർ വരെ വെള്ളം കുടിക്കാം, വെയിറ്റ് അനുസരിച്ചിട്ട്. അതായത് സാധാരണ ഒരു 70 kg ഉള്ള ഒരാൾക്ക് 3 ലിറ്റർ വെള്ളമെങ്കിലും വൈകിട്ട് 4 മണിക്കുള്ളിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് PRP ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഒരു ഉദാഹരണം, ഒരു മുട്ട് തേയ്മാനമുള്ള ഒരു ലേഡി വരുന്നു, നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് യൂഷ്വലി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ NSAIDs കൊടുക്കും. അങ്ങനെ NSAIDs ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ PRP ഇഞ്ചക്ഷൻ എടുത്ത ഒറ്റ പേഷ്യൻസിനും നമ്മൾ വേദന സംഹാരികൾ കൊടുക്കാൻ പാടുന്നതല്ല. അപ്പൊ തുടക്കത്തിൽ ചിലപ്പോ, അതായത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് 1ാം ദിവസം 2ാമത്തെ ദിവസം കുറച്ച് റെഡ്നെസ് ഉണ്ടാവാം, കുറച്ച് വേദനകൾ ഉണ്ടാവാം. അപ്പോ നമ്മള് വേദന വരുമ്പോ യൂഷ്വലി കൊടുക്കുന്നതാണ് ഐസ് പാക്സ്. ഐസ് പാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേദന കുറയ്ക്കും, പ്ലേറ്റ്ലെറ്റ്സിന്റെ ആക്ടിവിറ്റി കുറയ്ക്കും. അപ്പൊ നമ്മൾക്ക് ചൂട് വെച്ച് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി കൂട്ടും. 30 to 60 ml എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഇപ്പൊ ഒരു മുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ 30 ml ബ്ലഡെങ്കിലും വേണം എന്നാണ് പറയുന്നത്. എത്രത്തോളം പ്ലേറ്റ്ലെറ്റ്സ് കൂടുതൽ കിട്ടോ അതാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന പ്ലേറ്റ്ലെറ്റ്സിന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഭാഗത്താണ്. അപ്പൊ എത്ര നാളെടുക്കും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഇതിന്റെ ഫലം അറിയാൻ? മുട്ടിന്, നീ ജോയിന്റിന് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 6 ആഴ്ച വരെയാണ് സമയം പറയുന്നത്. ഇനിയിപ്പോ പാർഷ്യൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ, PRP ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് 2 മാസം മുതൽ 2.5 മാസം വരെ അത്ര സമയം എടുക്കും. ഇനി എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യാമെന്ന്, ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മുട്ടിന്റെ കേസിലാണെങ്കിൽ, മുട്ടിന്റെ കേസിൽ 2 or 3 PRP ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പൊ ടെൻഡിനോപ്പതീസ്, ടെൻഡനൈറ്റിസ് അതിനെല്ലാം സിംഗിൾ ഇഞ്ചക്ഷൻ മതി PRP. പുകവലിയും മദ്യപാനവും ഉണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡക്ഷൻ കുറവുള്ള ബാക്കിയുള്ള കേസുകളും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ലുക്കീമിയ, അങ്ങനത്തെ ക്യാൻസേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം PRP ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി. ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യണം. അതുള്ളപ്പോൾ നമ്മൾ PRP ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും നന്ദി.